ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ ആണ്. സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് എങ്ങനെ ഈ പ്രൊജക്റ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരുമ്പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ്എംഎൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. 25-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ആ പേര് കൊടുത്തിട്ടുണ്ട്, ആൽഫ്രഡ് എന്നുള്ള പേര്. അത് മാറ്റിയ ശേഷം നിങ്ങളുടെ പേര് കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഉണ്ടല്ലോ, ആ ലെയർ ക്ലിക്ക് ചെയ്യുക. താഴെ എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം ഇവിടെ കറക്റ്റായിട്ട് പേര് എഴുതി കൊടുക്കുക. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, അലൈറ്റ് മോഷോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ല എങ്കിൽ ഇതിനകത്ത് മിസ്സിംഗ് ഫോണ്ട് എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. അതിനുശേഷം ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിനകത്ത് ഫുള്ള് ഗ്രീൻ ലെയർ കൊടുത്തിട്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് കംപ്ലീറ്റ് ഫോട്ടോയും ആഡ് ചെയ്യേണ്ടത് ഗ്രീൻ ലെയറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീൻ ലെയറിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാ എഫക്റ്റോട് കൂടിയാണ് ആ ഗ്രീൻ ലെയർ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഫസ്റ്റിൽ വന്നിട്ട് ഈ ഗ്രീൻ ലെയറിനകത്ത് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ഗാലറി ചെല്ലുന്നതാണ്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ആഡ് കൊടുക്കുക, മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഗ്രീൻ ലെയറിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ ആയിരിക്കും വരുന്നത്. കാണുന്നുണ്ടല്ലോ, എഫക്റ്റുകളൊക്കെ അപ്ലൈ ആയിട്ടാണ് വരുന്നത്. അടുത്ത ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഗാലറി ചെല്ലുന്നത് അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോയും ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക, ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് പോകുമല്ലേ, ഞാൻ കംപ്ലീറ്റ് കാണിക്കുന്നില്ല. നിങ്ങൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഗ്രീൻ ലെയറിലും ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഫോട്ടോയും വീഡിയോയും എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ കറക്റ്റായിട്ട് ബാക്കിയുള്ള എല്ലാ ഫോട്ടോകളും ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഗ്രീൻ ലെയറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ കാണുന്ന രീതിയിൽ വീഡിയോ കാണാൻ ലഭിക്കുന്നതാണ്. സേവ് ചെയ്യാൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.